ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ പാലട പായസമാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ക്യാരമൽ പാലട പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നു. കിസ്മിസ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും കാഷ്യൂ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് വറുത്ത് കോരി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിനെ കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ആ കോരി മാറ്റിയ നെയ്യിലേക്ക് തന്നെ നമ്മുടെ പാലട നമുക്കിടാം. ഇത് അത്യാവശ്യം നല്ല പൊടിഞ്ഞ ടൈപ്പിലുള്ള പാലടയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഡബിൾ ഹോഴ്സിൻ്റെയാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ ചെറിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം പാലട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചവ്വരി കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു അത്യാവശ്യം വലിയ സ്പൂൺ പഞ്ചസാര ആക്കിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ ക്യാരമലാക്കി എടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പം ഈ പാലൊഴിക്കുമ്പോൾ തന്നെ അതിങ്ങനെ കട്ട പോലെ വരും. അപ്പോൾ അതിനെ ഒന്ന് കട്ടയൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് നല്ലപോലെ നല്ല ആ കട്ടകളെല്ലാം മാറ്റി കഴിയുമ്പോൾ വരുന്ന പോലെ തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പാലുകൾ നമുക്ക് ഈ ഒരു സമയം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കവർ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാം. അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാലട ഉണ്ടല്ലോ, നെയ്യിലും പുരട്ടി വെച്ചിരിക്കുന്ന ആ പാലട ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നന്നായിട്ടത് ഇളക്കി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കല്ല, കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ചവ്വരി ഞാൻ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വേണ്ട 2 തവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കാഷ്യൂ നമ്മൾ കിസ്മിസ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുത്ത് ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പം ആ പാത്രത്തിൽ നിന്ന് ഞാനൊരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊരു കൺസിസ്റ്റൻസിയിലുള്ളതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുറുകിയിരിക്കുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. അപ്പം അതേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെ തിക്കായിട്ടുള്ള പായസമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്